നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശങ്കരനാരായണനും വേദയും കൂടെ സംസാരിക്കുകയാണ്. ആ സമയം വേദ ശങ്കരനാരായണന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശ്രീനിവാസനുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് താന് ഇങ്ങോട്ടേക്ക് പോകുന്നത്, അല്ലാതെ വിക്രവുമായിട്ട് തനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ശങ്കരനാരായണന് സന്തോഷമായിരുന്നു. കാരണം വേദ ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പലതവണ വേദ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്, ശ്രീകാന്ത് ശങ്കരനാരായണനും. ഒടുവിൽ നടക്കില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ശങ്കരനാരായണൻ ഒന്ന് അടങ്ങിയത്. പിന്നീട് വേദയോട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം. ഇനിയിപ്പോൾ അവനുമായിട്ട് ഒത്തുപോകാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഡിവോഴ്സ് വാങ്ങി നിനക്ക് പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല അച്ഛാ, അത്രയും വരെ എത്തിയിട്ടില്ല. കുറച്ച് നാളിങ്ങനെ പോട്ടെ, എങ്ങനെയായി എന്താവുന്നൊക്കെ തീരുമാനിക്കാം, അതിനുശേഷം മതിയെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശങ്കരനാരായണൻ പറഞ്ഞു, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. നമുക്ക് ചേരുന്നൊരു ഫാമിലിയും ബന്ധമൊന്നും അല്ലത്, അത് നീയാണ് ഇനിയും മനസ്സിലാക്കാതിരുന്നേ. എനിക്ക് അന്നേ അറിയാവുന്ന കാര്യമായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പം വേദ പറഞ്ഞു, അവിടെയുള്ളവരൊക്കെ നല്ലവരാ അച്ഛാ, മാഷാണെങ്കിലും അമ്മയൊക്കെ ആണെങ്കിലും പാവങ്ങളാന്ന് പറയണം. അത് നിനക്ക് തോന്നുന്നല്ലേ? അങ്ങനെയൊന്നും അല്ല, നമ്മൾ കുടുംബത്തിന് ചേരുന്നൊരു ബന്ധമല്ല. നിനക്കറിയാലോ വിക്രത്തിന്റെ സ്വഭാവം, നീ തന്നെ പറഞ്ഞല്ലോ അവന് ഗുണ്ടാപ്പണി ചെയ്യുവാന്ന്. വെറുതെ എന്തിനാ നീയായിട്ട് നിന്റെ ജീവൻ നശിപ്പിക്കുന്നത്? ഇത്രയൊക്കെ പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളതല്ലേ നിനക്ക്, എന്നിട്ടും ഞങ്ങൾ പറഞ്ഞിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലോ എന്നൊക്കെ പറയണം. അങ്ങനെ ശങ്കരനാരായണൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് വേദയ്ക്ക് സങ്കടമായി. ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് തന്നെ ഇവിടെ പിടിച്ചു നിർത്താനാ, എന്നിട്ട് വേറെ കല്യാണം കഴിപ്പിക്കണം. അതൊക്കെയാണ് ഇവരുടെ എല്ലാം മനസ്സിലെ ആഗ്രഹം. ഇതേ സമയത്ത് വിക്രം ശ്രീനിവാസൻ പറഞ്ഞതനുസരിച്ച് പാർട്ടി ഓഫീസിലേക്ക് പോയാലും വിക്രത്തിന് അവിടെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. വിക്രത്തിന്റെ മനസ്സ് അവിടെയെങ്ങും ആയിരുന്നില്ല. അങ്ങനെ വിക്രം ഒടുവില് അവിടുന്ന് നേരെ ഇറങ്ങുവാണ്. നേരെ ഇറങ്ങി വർക്ക്ഷോപ്പിലേക്ക് വന്നു. വർക്ക്ഷോപ്പിൽ വന്ന് രാജേട്ടനും ഒക്കെയായിട്ട് സംസാരിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ പറയണേ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജേട്ടൻ പറഞ്ഞു, അല്ല വിക്രം, വേദ പെട്ടെന്ന് ഇങ്ങനെ പോകാൻ കാരണം എന്താ? അവളിങ്ങനെ ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് പോകുന്ന എനിക്ക് തോന്നില്ല. ഈ സാറുമായിട്ടുള്ള പ്രശ്നം മുമ്പ് തന്നെ ഉള്ളല്ലേ നിങ്ങൾ തമ്മിൽ. അപ്പം പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട്, അതും മലയ്ക്ക് പോയി നീ വരുന്നതിന് മുമ്പ് പോണെങ്കിൽ, നീ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവൾക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിൽ തോന്നലുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവൾ ചിലപ്പോൾ നേരത്തെ പോയത്. അത് കേട്ടപ്പോൾ വിക്രത്തിന് തോന്നി, ശരിയാ, ചിലപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ തടയുമെന്ന് അവൾക്കൊരു തോന്നലുണ്ടായിരിക്കാം. വിക്രം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല, ശ്രീനിവാസ സാറുമായിട്ടുള്ള പ്രശ്നമൊന്നും അല്ല അവളെ അവിടുന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നേ. വേറെ നീ അറിയത്തില്ലാത്ത എന്തോ ഒരു രഹസ്യം അവളുടെ മനസ്സിലുണ്ട്. അത് കേട്ടും വിക്രം പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നി, എനിക്കറിയില്ല രാജേട്ട എന്ത് ചെയ്യണമെന്ന്, നീ സമാധാനമായിട്ടിരിക്കുക. അപ്പോഴേക്കും അനിയൻകുട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇപ്പം എന്താ വിക്രം നിനക്ക് തോന്നുന്നതെന്ന് ചോദിച്ചു. അതെന്താ? അല്ല, നിന്റെ മനസ്സിൽ വേദയെ കാണാതിരിക്കുമ്പം. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, എനിക്കറിയത്തില്ല അനിയൻകുട്ട എന്താന്ന്. എടാ, ഇതാ പറയണേ സ്നേഹമെന്ന്, നിങ്ങൾ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലാണ് എന്ന് രാജേട്ടൻ പറയാ. ഇപ്പം അവളെ കാണാതിരുന്നു കഴിഞ്ഞപ്പോൾ നിന്റെ മനസ്സിൽ ഇത്ര വിഷമം ഉണ്ടായില്ലേ? അതെന്തുകൊണ്ടാ? നിനക്ക് അവളെ ഇഷ്ടമാണ്. ഇപ്പം ഇതുപോലെ തന്നെ ആയിരിക്കും അവളുടെ മനസ്സിലും വേദന കാണും. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ പോകത്തില്ലോ. ഞാൻ പറഞ്ഞല്ലോടാ, അതിനെന്തേലും കാരണം കാണുമെന്ന്. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. 1-2 ദിവസം കഴിയുമ്പോൾ എന്താണെങ്കിലും ആ കാരണമൊക്കെ നിനക്കറിയാൻ പറ്റും. നീ അവളെ കണ്ട് സമാധാനമായിട്ട് ഒന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളെങ്കിൽ അത് നല്ലതല്ലേടാ. നീ അവളെ ചെന്ന് കണ്ട് സംസാരിക്കുക എന്നൊക്കെ പറയണം. അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രത്തിനും തോന്നി, അതൊരു നല്ല കാര്യമാണ്. വേദയൊന്ന് ചെന്ന് കണ്ട് സംസാരിച്ചാലോ, ഒരു പക്ഷെ അവളുടെ മനസ്സ് മാറിയാലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. അങ്ങനെ ഒടുവിൽ വിക്രം വേദയെ കാണാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ വേദയെ കാണാനായിട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് കഥ വന്ന് പത്മ തുറക്കുവാണ്. വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പത്മ ഒന്ന് നോക്കി, അമ്പരപ്പോടെ നോക്കി. എന്നിട്ട് ചോദിച്ചാൽ എന്താ വിക്രം എന്ന് ചോദിക്കുകയാണ്. എനിക്ക് വേദയൊന്ന് കാണണം, സംസാരിക്കണം എന്ന് പറയാണ്. അല്ല എന്താ വേദയുമായിട്ട് വിക്രത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് വേദയോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അല്ലാതെ പോകത്തില്ലെന്നായി വിക്രം. ഒടുവിൽ വേദയെ പോയി വിളിക്കുവാണ് പത്മ. നിന്നെ കാണാൻ വേണ്ടിയിട്ട് വിക്രം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്രീകാന്ത് അവിടെ ഉണ്ടായിരുന്നു. ശ്രീകാന്ത് വന്ന് വേദയോട് പറഞ്ഞു, അറിയാലോ കാര്യങ്ങളൊക്കെ, അവൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നെങ്കിൽ നീ ആ കൂടെ ഇറങ്ങിപ്പോകാൻ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ കുടുംബത്തിലായിരിക്കും സമാധാനക്കേട് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ എന്ത് ചെയ്യുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അതൊക്കെ മനസ്സിൽ ഓർത്തിട്ട് വേണം അവനുമായിട്ട് പോയി സംസാരിക്കാനായിട്ട്. സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ദുരന്ത ഫലം നീ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ വേദ രൂക്ഷമായിട്ടൊന്ന് ശ്രീകാന്തിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആരോടും ഒന്നും പറയാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. പിന്നീട് വേദ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പം വിക്രം അവിടെ നിൽക്കുന്നുണ്ട്.
അങ്ങനെ വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദ വെച്ച് എന്താന്ന് ചോദിക്കുക, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട, കേട്ടേ മതിയാവുള്ളൂ. നിന്റെ പ്രശ്നം ശ്രീനിവാസനാണല്ലോ. ഞാൻ ശ്രീനിവാസ് സാറുമായിട്ട് അടുത്തിടപഴകുന്നു അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിനൊക്കെ പോകുന്നല്ലേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ അതൊക്കെ നിർത്തി, ഞാനിനി ശ്രീനിസാറിനോടൊപ്പം പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടതും വേദ ചോദിച്ചു, അപ്പം ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വസിക്കണമെന്ന് ചോദിച്ചു. അതെ, വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഞാൻ അത് തീരുമാനിച്ച കാര്യമാണ്. മല ചവിട്ടി വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞു. ഈ തവണത്തെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞു. അതിനുശേഷം ശ്രീനിസാറുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടുകളും അവസാനിപ്പിക്കുമെന്നും പറഞ്ഞു. അത് കേട്ടാൻ വേദ പറഞ്ഞു, പക്ഷേ എനിക്ക് നിങ്ങളോട് ഇനി ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് ഞാൻ കുറേ സമയം തന്നിട്ടുണ്ടായിരുന്നു, ഇനി അത് പറ്റില്ല എന്ന് പറയാണ്. അത് കേട്ടൻ വിക്രം പറഞ്ഞു, അത് മാത്രമല്ല, ഇങ്ങനെ ഈ ശ്രീനിസാറിനെതിരെ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു, അത് പിൻവലിക്കണം. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് വേദ, നിനക്കറിയാലോ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്, പിന്നെ അത് ഇല്ലാതാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, ഇപ്പോഴും നിങ്ങൾ ആ ശ്രീനിസാറിൻ്റെ ഒപ്പം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നേ. എന്താണെങ്കിലും എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാനല്ല, ഇനി എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വരുകയും ചെയ്തേക്കരുത്, നിങ്ങളുമായിട്ട് എനിക്കിനി ഒരു ജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ടും വിക്രമിച്ചു, നീ എന്തൊക്കെയാ വേദ പറയണേ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ, നിന്റെ മനസ്സ് വേറെ എന്തോ ഉണ്ട്, എന്നോട് പറയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നിനക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ വിക്രം താണ് കേണ് അപേക്ഷിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ വേദ പറയാൻ കൂട്ടാക്കില്ല. വേദ പറഞ്ഞു, ഒന്നുമില്ല, എനിക്കിനി കൂടുതൽ സംസാരിക്കാനില്ല, നിനക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വേദ അകത്തേക്ക് ഇട്ടിട്ട് കഥ കടിക്കുകയാണ്. വിക്രത്തിന് ഭയങ്കര വിഷമമായി. അങ്ങനെ വിക്രം തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് വേദ മുറിയിലേക്ക് പോയി കിടന്ന് പൊട്ടിക്കരയാണ്. വേദയ്ക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറയാൻ പറ്റില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് അതിനേക്കാളും വലിയ പ്രശ്നമോ. വിക്രം വെറുതെ ഇരിക്കില്ല. ഇതിൻ്റെ പേരിൽ അടിപിടിയും പ്രശ്നങ്ങളോ തൻ്റെ ചേട്ടൻ ശ്രീയേട്ടനെ വെറുതെ വിടത്തില്ല, അന്ന് കൊന്നു കൊല വിളിക്കത്തുള്ളൂ. കാരണം അത്രയധികം അച്ഛനെ ഇഷ്ടപ്പെടുന്നുണ്ട് വിക്രം. ആ വീട്ടിൽ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടോ വിക്രത്തിന് ആരും ഉള്ളൂ, അതൊക്കെ നന്നായിട്ടറിയാം. അങ്ങനെ അന്ന് രാത്രിയിൽ ഇരുന്നിട്ട് വേദയ്ക്കാണെങ്കിലും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല, ആഹാരം പോലും കഴിക്കാൻ പോയില്ല. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദയുടെ മനസ്സിൽ താൻ ആ വീട്ടിലേക്ക് ആദ്യമായിട്ട് ചെന്ന് കയറിയത്, മഴ നനഞ്ഞു പോയി നിന്നത്, അതൊക്കെ ഓർമ്മയിലേക്ക് വരുവാണ്. അതിനുശേഷം വിക്രമായിട്ടുള്ള ദിവസങ്ങൾ, തനിച്ച് ആയ ദിവസങ്ങളിലൊക്കെ വിക്രം തന്നെ കെയർ ചെയ്തതും പരസ്പരമുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും രണ്ടുപേരുടെ മനസ്സിൽ ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം ഈ പറയുന്ന വേദയ്ക്കും വിക്രത്തിനും നന്നായിട്ടറിയാം. അതേ അവസ്ഥ തന്നെയായിരുന്നു വിക്രത്തിനും. വിക്രത്തിന് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വിക്രം ഫോണൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ വേദയുടെ ഒരു ഫോട്ടോയെ കണ്ടു. ആ ഫോട്ടോയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. താൻ വാങ്ങിക്കൊടുത്ത മുല്ലപ്പൂ ഒക്കെ ചൂടി അവൾ നിൽക്കുന്ന സമയത്ത് താൻ അവളോടൊപ്പം ഒരു ഫോട്ടോയൊക്കെ എടുത്തേ. പക്ഷേ ഇങ്ങനെ ആയിരിക്കുമെന്നൊന്നും വിചാരിച്ചില്ല. വിക്രം ഉറങ്ങാതിരിക്കുന്ന കമല അത് വഴി വന്നപ്പോൾ കണ്ടു. കമലയ്ക്ക് ആ ടെൻഷനായി. അപ്പോഴേക്ക് ശ്രീജയും കൂടെ വന്നു. അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേദയില്ലാത്തതുകൊണ്ട്. കമല ശ്രീജയോട് പറഞ്ഞു, നോക്കുമ്പോളെ അവൻ ഉറങ്ങിയിട്ടില്ല, അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് തോന്നിയെന്ന് പറഞ്ഞു. ശ്രീജ പറഞ്ഞു, എങ്ങനെ ഉറങ്ങാനാ അമ്മേ, നമുക്ക് തന്നെ നല്ല വിഷമമുണ്ട്. അപ്പം വിക്രം ഇങ്ങനെ വേദയോട് ഇങ്ങനെയൊക്കെ പെരുമാറിയാലും അവൻ്റെ മനസ്സ് നിറയും അവളാന്ന് പറയണം. പിന്നീട് രണ്ടുപേരും കൂടെ വിക്രത്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് എന്താടാ നീ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുക. എനിക്ക് ഉറക്കം വരുന്നില്ലമ്മേന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കമല പറഞ്ഞു, അതിന് കാരണം എന്താണെന്ന് എനിക്കറിയാവോ, നിന്റെ മനസ്സിൽ അവളുണ്ടാന്ന് പറയണ. തീട്ടം വിക്രമൊന്നും മിണ്ടിയില്ല. നീ ഇങ്ങനെ അവളോട് പുറമെ ഇങ്ങനെ ദേഷ്യം കാണിക്കുമെങ്കിലും നിന്റെ മനസ്സിൽ അവളോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് അവളെ കാണാതിരിക്കുമ്പോൾ ഇത്ര സങ്കടം. ഒരു പക്ഷേ ഈ സ്നേഹം ഇല്ലായിരുന്നെങ്കിൽ നിനക്കൊന്നും തോന്നത്തില്ലായിരുന്നു. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാത്ത വിധം നിങ്ങൾ തമ്മിൽ സ്നേഹവും അടുപ്പമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഇത്രയും വിഷമം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, എനിക്കറിയില്ലമ്മേ, എനിക്ക് അവളോട് അത്രയ്ക്ക് അടുപ്പമുള്ളതുകൊണ്ടാണോ എനിക്ക് ഇത്ര സങ്കടം വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമലയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ആ കരച്ചിൽ കണ്ടുകഴിഞ്ഞപ്പം ശ്രീജയ്ക്ക് പോലും സഹിച്ചില്ല. ശ്രീജ പറഞ്ഞു, വിക്രം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളോട് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. കമല പറഞ്ഞു, അതെ ഞാനും കൂടെ വേണേ പോയി അവളെ കാല് പിടിച്ച് അവളെ തിരികെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, വേണ്ടമ്മേ, അങ്ങനെയൊന്നും അവൾ വരുന്നവളല്ല, അവളുടെ മനസ്സിൽ എന്തോ ഒരു തീരുമാനമുണ്ട്, അവൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല, അതെനിക്ക് ഉറപ്പാണ്. അവൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായൊരു കാരണം കാണുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു, അതെനിക്കും തോന്നുന്നുണ്ട്, ഒരിക്കലും വേദ അങ്ങനെ അല്ലാതെ ഒരിക്കലും ഇരിക്കുന്ന ആളല്ല, പൊള്ളവാക്ക് പറയുന്നവളല്ല, എന്തെങ്കിലും ഒരു കാരണമില്ലാതെ വേദ ഇങ്ങനെ ഇറങ്ങിപ്പോകത്തില്ല, അത്ര ശക്തമായ കാരണം കാണും എന്നെനിക്കിപ്പോൾ തോന്നുന്നുണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ ഒരു വിധത്തിൽ അവരെ ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അവനെ ആശ്വസിപ്പിച്ച് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷത്തോടുകൂടി ശ്രീകാന്ത് ചന്ദ്രശേഖരനെ കാണാൻ ചെല്ലുവാണ്. അങ്ങനെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഡിവോഴ്സ് നോട്ടീസ് അയക്കണം. ഇത് കേട്ടപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ നീ അത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു. അറിയാലോ, ഡിവോഴ്സ് കിട്ടിയിട്ട് വേണം നമുക്ക് അടുത്ത നീക്കങ്ങളൊക്കെ നടത്താനായിട്ട്.
അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അല്ല ദർശൻ്റെ കാര്യം വർഷ ഏറ്റിട്ടുണ്ട്, ദർശനോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രശേഖരൻ പറഞ്ഞു, അവൻ എൻ്റെ മോനല്ലേ, അവനെ ഞാൻ പറഞ്ഞ് എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വേദയും വിക്രം തമ്മിലും ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ ആദ്യമൊക്കെ അവൻ്റെ ബുദ്ധിമുട്ട് കാണുമായിരിക്കും, എന്നാലും സാരമില്ല, നമുക്ക് വേണ്ട കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയം നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം വേദ ഒരിക്കലും തിരിച്ചു വരില്ല എന്നാണ് നന്ദിനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ സ്വാതന്ത്ര്യം പോകും. കാരണം ഈ പറയുന്ന ശ്രീജയെ പറ്റിക്കാൻ എളുപ്പമാണ്, പക്ഷേ എങ്കിൽ വേദയെ പറ്റിക്കാൻ പറ്റില്ല. അത് നന്ദിനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നന്ദിനി ഉള്ള ദൈവങ്ങളെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഭഗവാനെ അവൾ ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നന്ദിനിയുടെ പ്രാർത്ഥനയൊക്കെ വെറുതെയാ. എന്താണെങ്കിലും വിക്രത്തിനും വേദയ്ക്ക് ഒന്നിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവർ തമ്മിലുള്ള ബോണ്ടിങ് അത്ര ഇതാണ്. കാരണം അകന്നിരിക്കുമ്പോഴാണ് അവർ തമ്മിലുള്ള അടുപ്പം എത്രമാത്രം ഉണ്ടെന്ന് അവർ തിരിച്ചറിയുന്നത്. അവരെത്രമാത്രം പരസ്പരം സ്നേഹിച്ചിരുന്നെന്ന്. ഇനി ഒരാൾക്ക് ഒരാളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നുള്ള സത്യം അവർ തിരിച്ചറിയുന്ന അപ്പോഴാണ്. മാഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ദിവസം അകന്നിരിക്കുക, അപ്പോഴാണ് നിങ്ങൾക്ക് പരസ്പരമുള്ള ആ സ്നേഹത്തിന്റെ വില അറിയത്തുള്ളൂ. ഇത്രയും ദിവസം കീരിയും പാമ്പ് പോലെ അല്ലെങ്കിൽ ടോം ആൻഡ് ജെറി കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും അവർക്ക് അറിയത്തുണ്ടായിരുന്നില്ല അവരുടെ ഉള്ള എത്രമാത്രം പരസ്പരം അടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പോഴവർക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് 2 ദിവസം അകന്നിരുന്ന് കഴിയുമ്പോഴത്തേനും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.